എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനി നിന്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഞാൻ വിളിക്കും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്കും. ഇവിടുന്ന് ലായിട്ട് എന്നെ അടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. വളരെ മോശം മനുമോളെ, വളരെ മോശം. നീ കാണിച്ച ആ പ്രവൃത്തി എന്താണല്ലേ? അവനെ ഒരു കുലസ്ത്രീ എന്നും പറഞ്ഞ് വിളിച്ചെന്നും പറഞ്ഞ് അവന്റെ പെറ്റ തള്ളക്ക് നീ വിളിച്ചത് വളരെ മോശം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളമല്ല, കേരളത്തിന് പുറത്ത് വരെ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന ആ പരിപാടി. അതിനുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മ പോലും കാണുന്ന ആ പരിപാടിയിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് നീ വിളിച്ച വിളി, അനുമോളെ നീ ഒന്ന് ചിന്തിക്കണം. നീ പിറന്നിറങ്ങി ഇന്ന് അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നീ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് നീ ചിന്തിക്കണം. നിനക്കൊരമ്മയുണ്ടെന്ന് നീ ചിന്തിക്കണം. അതെല്ലാം മറന്നുകൊണ്ട് നീ ഏതോ വലിയ ഉന്നതത്തിലോ ഇല്ലെങ്കിൽ ഏതോ വലിയ തട്ടകത്തിലോ കയറിയെന്നുള്ള ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ അനുമോളെ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ജനങ്ങളെ മുമ്പിൽ വെച്ച് എത്ര അമ്മമാർ കാണുന്ന പരിപാടിയിലാണ് നീ അവനെ അമ്മയ്ക്ക് വിളിച്ചപ്പം ആ അമ്മമാരെല്ലാം ഒരു നിമിഷം തരം താന്നു പോകുന്ന ഒരു വേദിയാക്കി നീ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്കൊണ്ടൊരമ്മ, നിന്റെ വീട്ടിലിരിപ്പുണ്ടൊരമ്മ, നിന്നെ 9 മാസം ചുമന്നുകൊണ്ട് നടന്ന് പെറ്റ ഒരമ്മയാണ് അവനിക്കുള്ള അമ്മ. ഈ വിളി കേൾക്കുമ്പോൾ ആ അമ്മയുടെ നെഞ്ചു പൊടിയത്തില്ലേ? തീർച്ചയായിട്ടും പൊടിയും. ആ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ അവൻ കേട്ടോണ്ട് നിന്നുണ്ടെങ്കിൽ നിന്നറ്റി അല്പം വിവരവും ബുദ്ധിയും ഉണ്ടായോണ്ടാണെന്ന് നീ ചിന്തിരി. അത്ര പോലും ബുദ്ധിയും വിവരവും ഇല്ലാത്തവളെ ആയി പോയല്ലോ നീ കാണിച്ചിട്ടുണ്ട്. പല കോപ്രായങ്ങളും കാണിക്കുമ്പോൾ, പല കാര്യങ്ങളും കാണിക്കുമ്പം ഞങ്ങളൊക്കെ കണ്ട് ചിരിച്ചറമാദിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ വായിന്ന് വീണ ആ ഒരു വാക്കുണ്ടല്ലോ, ഒരിക്കലും നീ എവിടെ പോയി എടുത്താലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വാക്കായി പോയി. ആ അമ്മയ്ക്ക് വിളി എന്നൊരു വാക്ക്, ഒരച്ഛന് ഒരമ്മ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടമോളെ. പിന്നെ നീ പറഞ്ഞല്ലോ, ലാലേട്ടൻ പറഞ്ഞാൽ പോലും നീ വിളിക്കും. നീനെ പഠിപ്പിച്ച് വിട്ട നിന്റെ അമ്മയെ പറഞ്ഞാൽ മതി, ഇല്ലെ നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതി. അതാണ് നിനക്ക് കിട്ടിയ വിവരവും വിദ്യാഭ്യാസവും എന്ന് തന്നെ പറയണം. നിനക്കൊരമ്മയുണ്ടിട്ട് ആ അമ്മയെ മറന്നിട്ട് നീ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു അമ്മയ്ക്ക് അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അത്രയ്ക്കുള്ള മോളെ, അനുമോളെ, നിനക്കുള്ള ബുദ്ധിയും വിവരം അത് ഈ ജനങ്ങൾക്ക് നീ മനസ്സിലാക്കി കൊടുത്ത് അത് മതി. അതിനപ്പുറം ഇനി ഒന്നും വെച്ച് കിട്ടാനില്ല.